നമസ്കാരം. മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായ നിഖില വിമലിന്റെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിരവധി ആത്മഹത്യകളുടെ വാർത്തകളാണ് ഓരോ വർഷവും പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താരം പറഞ്ഞ അഭിപ്രായങ്ങളാണ് ചർച്ചയാവുന്നത്. സ്ത്രീധനം വാങ്ങുന്നവരും വാങ്ങാത്തവരും നമ്മുടെ നാട്ടിലുണ്ടാവാം. ഏതെങ്കിലും ജില്ലയുടെയോ അവിടത്തെ ആളുകളുടെയോ പ്രശ്നമല്ല, അത് വ്യക്തികളുടെ പ്രശ്നമാണ്. വിവാഹം കഴിപ്പിച്ചയക്കാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. എന്നാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവരാരും ഒപ്പം ഉണ്ടാകില്ലെന്നും താരം പറഞ്ഞു. ഒരാളുടെ ലൈഫിൽ അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ സ്ത്രീധനം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് മാതാപിതാക്കളല്ല, മറിച്ച് വിവാഹിതരാകാൻ പോകുന്നവരാണ് തീരുമാനിക്കേണ്ടത്. കല്യാണം കഴിപ്പിച്ചു വിടാൻ ആവേശം കാണിക്കുന്നവർ ആരും ഒപ്പമുണ്ടാവില്ല. എല്ലാവരും ഇത് നിങ്ങളുടെ കുടുംബമല്ലേ, ജീവിതമല്ലേ എന്നാണ് പറയുക. കേരളത്തിൽ എന്നല്ല, എല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണെന്നും നിഖില പറഞ്ഞു. ഇന്ന് ഭൂരിപക്ഷം പേർക്കും ഇല്ലാത്തത് മാനസികമായ ധൈര്യമാണ്. എല്ലാവരും ദുർബലരാണ്. ഡിപ്രഷനും ആൻസൈറ്റിയും ഉള്ളവരാണ് ഏറെയും. ഈ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും. ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടോ മറ്റ് ആളുകൾ ഇവയൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നാലും അവർ ഡീൽ ചെയ്തിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളോട് കാര്യം പറയും. ഞാൻ പറയുന്ന കാര്യം അവർ വേറൊരു തരത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് അയാൾ പറയുകയാണെങ്കിൽ നമുക്കൊരു മെന്റൽ സ്ട്രെങ്ത് വരും. ഇത്രയും സോഷ്യൽ മീഡിയ ആക്റ്റീവായ സാങ്കേതിക രംഗം വളർന്ന സാഹചര്യത്തിലും എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അറിയില്ല. ഒരുപക്ഷെ കുടുംബത്തിലെ സാഹചര്യമാകാം എന്നാണ് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകളെ കുറിച്ച് നിഖില പറയുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.